ഇന്ത്യയിലെ സമ്പന്നരായ 10 സ്ത്രീകൾ. അതെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ബിസിനസ് ചെയ്തും പാരമ്പര്യമായും സമ്പത്ത് ലഭിച്ച ധനികരായ 10 സ്ത്രീകൾ ആരൊക്കെ എന്നാണ്. അപ്പോ സമയം വൈകാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 10ാമതായിട്ട് വരുന്നത് ഫാൽഗുനി നായർ. 2012 തന്റെ ജോലി ഉപേക്ഷിച്ച് ആരംഭിച്ച ഒരു റീറ്റെയിൽ ബിസിനസ് ആണ് നൈക്ക. വർഷങ്ങളോടപ്പുറം ഇന്ന് നൈക്ക ഇന്ത്യ മുഴുവൻ ആയിരക്കണക്കിന് ബ്രാൻഡുകൾ ഓൺലൈനായും ഫിസിക്കൽ സ്റ്റോറുകൾ വഴിയും വിൽക്കുന്ന ഒരു വലിയ ഇടനിലക്കാരനാണ്. ഇന്നത്തെ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $3 ബില്യൺ അഥവാ 28,000 കോടി രൂപയോളമാണ്. 9ാമതായിട്ട് വരുന്നത് കിരൺ മജൂദാർ ഷാ. ബയോൺ എന്ന പേരുള്ള ഫാർമസ്യൂട്ടിക്കലിന്റെ സ്ഥാപകരാണ് ഇവരിന്ന്. 1973 ബാംഗ്ലൂരിലെ ചെറിയൊരു വാടക മുറിയിൽ നിന്നും ആരംഭിച്ച ബയോൺ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുന്ന് നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. നിലവിലെ ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഏറെക്കുറെ $3.2 ബില്യൺ അഥവാ 30,000 കോടി രൂപയോളമാണ്. 8ാമതായിട്ട് വരുന്നത് അനു ആഗ. തെർമാക്സിലെ ഷെയർ ഓഹരികളിൽ നിന്നുള്ള ലാഭമാണ് ഇവരെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ത്രീകളുടെ പട്ടികയിലേക്ക് എത്തിച്ചത്. 1996 തന്റെ ഭർത്താവിന്റെ മരണശേഷമാണ് ഇവര് തെർമാക്സ് ഏറ്റെടുക്കുന്നത്. ഇന്നത്തെ അനു ആഗയുടെ ആസ്തി എന്ന് പറയുന്നത് ഏകദേശം $3.3 ബില്യൺ അഥവാ 31,000 കോടി രൂപയോളമാണ്. 7ാമതായിട്ട് വരുന്നത് രാധാ വെമ്പു. ഇന്ത്യൻ സെർച്ച് എഞ്ചിൻ എന്നറിയപ്പെടുന്ന സോഹോ കോർപ്പറേഷനിലെ തന്റെ ഷെയർ ഓഹരികളിലൂടെ തന്നെയാണ് ഇവരും ഇത്രയേറെ സമ്പത്തുള്ളവരായി മാറിയത്. 1996 തന്റെ സഹോദരനോടൊപ്പം ചേർന്ന് ആരംഭിച്ച ക്ലൗഡ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് സോഹോ. ഇന്ന് സോഹോ കമ്പനിയുടെ 48% ഷെയർ ഓഹരികളും ഇവരുടെ പേരിലാണ്. അവസാനമായി രാധാ വെമ്പുവിന്റെ സമ്പത്ത് പറയുകയാണെങ്കിൽ ഏകദേശം $3.8 ബില്യൺ അഥവാ 36,000 കോടി രൂപയോളമാണ്. 6ാമതായിട്ട് വരുന്നത് ലീന തിവാരി. 1961 ഇവരുടെ പിതാവ് ആരംഭിച്ച ഒരു ബിസിനസ് ആണ് USV പ്രൈവറ്റ് ലിമിറ്റഡ്. USV എന്നത് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി കമ്പനിയാണ്. ലീന ഇന്ന് ഇതിന്റെ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ഇവരുടെ വ്യക്തിഗത സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം $3.9 ബില്യൺ അഥവാ 37,000 കോടി രൂപയോളമാണ്. 5ാമതായിട്ട് വരുന്നത് സ്മിത കൃഷ്ണ ഗോദറേജ്. ഗോദറേജ് കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള അല്ലെങ്കിൽ ധനികരായ സ്ത്രീയാണ് ഇവരിന്ന്. ആദ്യം തന്നെ ഇവരുടെ സമ്പത്ത് വിവരം പറയുകയാണെങ്കിൽ ഏകദേശം $4.2 ബില്യൺ അഥവാ 40,000 കോടി രൂപയോളമാണ്. തന്റെ സഹോദരനായ ജംഷീദ് ഗോദറേജും ഇവരും ചേർന്നാണ് ഇന്ന് ഗോദറേജ് എന്റർപ്രൈസസ് നിയന്ത്രിക്കുന്നത്. ഇത് കൂടാതെ മുംബൈയിലുള്ള 3,400 ഏക്കറോളം വരുന്ന സ്ഥലവും ഇന്ന് ഇവരുടെ പേരിലുണ്ട്. 4ാമതായിട്ട് വരുന്നത് വിനോദ് റായ് ഗുപ്ത. 1958 തന്റെ ഭർത്താവ് ആരംഭിച്ച ഹാവൽസ് ഇന്ത്യ എന്ന കമ്പനിയുടെ ഷെയർ ഓഹരികളിലൂടെ തന്നെയാണ് ഇവരും ഇത്രയേറെ സമ്പത്തുള്ളവരായി മാറിയത്. 15 ഫാക്ടറികളുള്ള 70 രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ള ഒരു വലിയ കമ്പനിയാണ് ഇന്ന് ഹാവൽസ് ഇന്ത്യ. അവസാനമായി ഇവരുടെ ആസ്തി പറയുകയാണെങ്കിൽ ഏകദേശം $5.3 ബില്യൺ അഥവാ 50,000 കോടി രൂപയോളമാണ്. 3ാമതായിട്ട് വരുന്നത് രേണുക ജഗതിയാനി. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വലിയൊരു റീറ്റെയിൽ കമ്പനിയായ ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ നിലവിലെ സിഇഒയും ചെയർമാനും ഒക്കെയാണ് ഇവരിന്ന്. 1973 തന്റെ ഭർത്താവ് ആരംഭിച്ച ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് ഇന്ന് 24 രാജ്യങ്ങളിലായി 2,200 സ്റ്റോറുകളാണുള്ളത്. $5.6 ബില്യൺ അഥവാ 53,000 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇവരുടെ വ്യക്തിഗത ആസ്തി എന്ന് പറയുന്നത്. 2ാമതായിട്ട് വരുന്നത് രേഖ ജുൻജുൻവാല. ആദ്യം തന്നെ ഇവരുടെ ആസ്തി വിവരങ്ങൾ പറയുകയാണെങ്കിൽ ഏകദേശം $8.3 ബില്യൺ അഥവാ 79,000 കോടി രൂപയോളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപകനായ രാകേഷ് ജുൻജുൻവാലയായ തന്റെ ഭർത്താവിൽ നിന്ന് ലഭിച്ച സ്റ്റോക്ക് പോർട്ട്ഫോളിയോയാണ് ഇവരെ ഇത്രയേറെ സമ്പത്തുള്ളവരാക്കി മാറ്റിയത്. 1ാമതായിട്ട് വരുന്നത് സാവിത്രി ജിന്ദാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായ അല്ലെങ്കിൽ ധനികരായ സ്ത്രീ എന്ന് പറയുന്നത് ജിന്ദാൽ ഗ്രൂപ്പ് നിലവിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഇവരാണ്. തന്റെ ഭർത്താവിന്റെ മരണശേഷമാണ് ഇവര് ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം എത്തുന്നത്. സിമന്റ്, സ്റ്റീല്, പെയിന്റ് എന്നീ തുടങ്ങി എല്ലാം നിർമ്മിക്കുന്നവരും വിതരണം ചെയ്യുന്നതുമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണിന്ന് ജിന്ദാൽ ഗ്രൂപ്പ്. അവസാനമായി ഇന്നത്തെ സാവിത്രി ജിന്ദാലിന്റെ ആസ്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് ഏകദേശം $39 ബില്യൺ അഥവാ 3 ലക്ഷം കോടി രൂപക്ക് മുകളിലാണ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിലെ ഡാറ്റകൾ വെച്ച് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. സോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.